തിരുമുൻപിലണയുന്നു ഞങ്ങൾ. വരുമോ യാഗമേഷമായി, തരുമോ രക്ഷകൻ സൗഭാഗ്യം. അപ്പകരായി തീരാൻ, അർച്ചനയായി തീരാൻ സദയം വരുമോ നാഥ. അപ്പകരായി തീരാൻ, അർച്ചനയായി തീരാൻ സദയം വരുമോ നാഥ. രക്ഷകൻ സൗഭാഗ്യം. കാൽവരിയിൽ നീ അണച്ചു നിത്യമാമൊരു യാഗം. ഈ ബലിയിൽ നീ തരുന്നു രക്ഷകൻ സൗഭാഗ്യം. എന്നേശുവേ നീ നൽകിടും സ്നേഹം എത്ര മഹനീയം. എന്നേശുവേ നീ നൽകിടും സ്നേഹം എത്ര മഹനീയം. അപ്പകരായി തീരാൻ, അർച്ചനയായി തീരാൻ സദയം വരുമോ നാഥ. ഈശോയിൽ പ്രിയമുള്ളവരെ, ഇന്ന് മതബോധന പ്രവർത്തനങ്ങൾക്ക് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. ഈ വിശുദ്ധ ബലിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെയും അവരുടെ മാതാപിതാക്കളെയും അവരായിരിക്കുന്ന കുടുംബ സാഹചര്യങ്ങളെയും പ്രത്യേകമാവിധം നമുക്ക് അനുസ്മരിക്കാം. ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ ശരിയായ വിശ്വാസ രൂപീകരണം നടത്തുവാനുള്ള വലിയ ദൈവാനുഗ്രഹം നമുക്ക് നൽകണമേ എന്ന് ഏറെ സ്നേഹത്തോടെ ഈ ബലിയുടെ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം. നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമോടിയാകും തിരുമുൻപാകെ അണച്ചിടാം. പെസഹ തിരുനാൾ
സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമായ സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമായ സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സുഖസ്ഥിതനാം താരാനും നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥിതനാം താരാനിൽ സ്തുതിതൻ നീ സ്ഥൂലമഹിമാവാൻ. ഭൂസ്വർഗ്ഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. വാനവമാനവ വൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പു സാമോദം. പരിശുദ്ധൻ നീയെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥിതനാം താരാനിൽ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിൻ ഹിതമിവിടെ ഭവിക്കണമേ. സ്വർഗത്തെന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തരുൾപ്പാൻ ഞങ്ങൾക്കുള്ള കടം സകലം. പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. എന്തും നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ. ആമേൻ ആമേൻ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഞങ്ങളെ തൃക്കൺ പാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്രന്റെ രക്ഷാകര രഹസ്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ വഴി തിരുസഭയിൽ തുടരുകയും മനുഷ്യവംശത്തിന് ശാന്തി സമാധാനവും നൽകുകയും ചെയ്യുന്നുവല്ലോ. ഈ ദൈവിക രഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. എന്നാത്മാവേ പാടുക നീ കർത്താവിൻ സ്തുതി.
സ്തുതിഗീതങ്ങൾ ജീവിതകാലം മുഴുവൻ ഞാൻ നാഥനു ഗീതികൾ പാടിയിടും. ഞാനീ മണ്ണിൽ കഴിവോളം ദൈവസ്തുതികൾ പാടിയിടും. അരജനിലോ നരനൊരുവനിലോ ശരണം തേടാൻ തുനിയരുതേ. കനിവോട് കർത്താവേകുന്നു പശിയുള്ളോർക്കിങ്ങാകാരം ബന്ധിതരായോർക്കെന്നെന്നും നാഥൻ മോചനമേകുന്നു. കുരുടന്മാരുടെ നയനങ്ങൾ കർത്താവാണു തുറന്നിടുവോ. താഴ്ന്ന മുഖങ്ങളുയർത്തിടുവോ. കർത്താവല്ലോ എന്നാളും. കർത്താവല്ലോ വാഴുന്നു എന്നാളും ഭരണാധിപനാ സഖിയോനെ നിൻ ദൈവത്തിൻ ഭരണം നിതരാം നിലനിൽക്കും. താതനും അതുപോലാത്മജനം റൂഹായ്ക്കും സ്തുതിയെന്നേക്കും. ആദിമുതൽക്കെന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ നന്ദി പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സർവ്വാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ എപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിർക്കനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. എൻ്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ ശ്രവിക്കുകയും ഏഷ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം 2, 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിക്കണമേ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ.
യൂദായെയും ജെറുസലേമിനെയും കുറിച്ച് ആമോസിൻ്റെ പുത്രനായ യേശയ്യായ്ക്കുണ്ടായ അരുളപ്പാട്. അവസാന നാളുകളിൽ കർത്താവിൻ്റെ ആലയം സ്ഥിതി ചെയ്യുന്ന പർവ്വതം എല്ലാ പർവ്വതങ്ങൾക്കും മുകളിൽ ഉയർന്നു നിൽക്കും. എല്ലാ ജനതകളും അതിലേക്കൊഴുകും. അനേകം ജനതകൾ പറയും, വരുവിൻ, നമുക്ക് കർത്താവിൻ്റെ ഗിരിയിലേക്ക്, യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് പോകാം. അവിടുന്ന് തൻ്റെ മാർഗങ്ങൾ നമ്മെ പഠിപ്പിക്കും. നാം ആ പാതകളിൽ ചരിക്കും. കർത്താവിൻ്റെ നിയമം സിയോനിൽ നിന്നും പുറപ്പെടും, അവിടുത്തെ വചനം ജെറുസലേമിൽ നിന്നും. അവിടുന്ന് ജനതകളുടെ മധ്യത്തിൽ വിധികർത്താവായിരിക്കും. ജനപദങ്ങളുടെ തർക്കങ്ങൾ അവസാനിപ്പിക്കും. അവരുടെ വാൾ കൊഴുവും അവരുടെ കുന്തം വാക്കത്യവുമായി അടിച്ചു രൂപപ്പെടുത്തും. രാജ്യം രാജ്യത്തിനെതിരെ വാളുയർത്തുകയില്ല. അവർ ഇനിമേൽ യുദ്ധപരിശീലനം നടത്തുകയുമില്ല. യാക്കോബിൻ്റെ ഭവനമേ, വരിക, നമുക്ക് കർത്താവിൻ്റെ പ്രകാശത്തിൽ വ്യാപരിക്കാം. നിങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മചരിതങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സഹോദരനെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം അധ്യായം 10, 23 മുതലുള്ള തിരുവചനങ്ങൾ തിരുവാശ്രയിക്കണമേ. അനുഗ്രഹിക്കുന്നു. എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരങ്ങളല്ല. എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പടുത്തുയർത്തുന്നില്ല. ഏതൊരുവരും സ്വന്തം നന്മ കാക്ഷിക്കാതെ അയൽക്കാരൻ്റെ നന്മ കാക്ഷിക്കട്ടെ. ചന്തയിൽ വിൽക്കപ്പെടുന്ന ഏതുതരം മാംസവും വാങ്ങി മനഃശാഞ്ചല്യം കൂടാതെ ഭക്ഷിച്ചുകൊള്ളുവിൻ. കാരണം ഭൂമിയും അതിലുള്ള സർവ്വവും കർത്താവിൻ്റേതാണ്. അവിശ്വാസിയായ ഒരുവൻ നിന്നെ ഭക്ഷണത്തിന് ക്ഷണിക്കുകയും പോകാൻ നീ ആഗ്രഹിക്കുകയും ചെയ്താൽ വിളമ്പിത്തരുന്നതെന്തും മനഃശാഞ്ചല്യം കൂടാതെ ഭക്ഷിച്ചുകൊള്ളുക. എന്നാൽ ആരെങ്കിലും നിന്നോട് ഇത് ബലിയർപ്പിച്ച വസ്തുവാണ് എന്ന് പറയുന്നുവെങ്കിൽ ഈ വിവരം അറിയിച്ച ആളെ കരുതിയും മനസാക്ഷിയെ കരുതിയും നീ അത് ഭക്ഷിക്കരുത്. നിന്റെ മനസാക്ഷിയല്ല, അവൻ്റേതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ സ്വാതന്ത്ര്യം മറ്റൊരുവൻ്റെ മനസാക്ഷി കൊണ്ട് എന്തിനു വിധിക്കപ്പെടണം? കൃതജ്ഞതയോടെയാണ് ഞാൻ അതിൽ ഭാഗവാക്കാകുന്നതെങ്കിൽ ഞാൻ കൃതജ്ഞതയർപ്പിക്കുന്ന ഒന്നിനു വേണ്ടി എന്തിന് എന്നെ കുറ്റപ്പെടുത്തണം? അതിനാൽ നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അവയെല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുവേൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ, പാടാമൊന്ന ഹല്ലേലൂയ, 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 പാടാമൊന്ന ഹല്ലേലൂയ, ഹല്ലേലൂയ. മിശിഹാ തൻ പ്രിയ സ്നേഹിതരാകും സ്ലീഹന്മാരെ വണങ്ങാമൊന്നായി. കൈകളിലേന്തും സ്ലീവായാലെ വയലുകളെല്ലാം ഉഴുതുമറിയും. പുത്തൻ വിത്തുകൾ പാകുകയായവർ ചാലുകൾ തോറും തിരുവചനങ്ങൾ ആദനുമതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ, പാടാമൊന്നായി ഹല്ലേലൂയ, 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 പാടാമൊന്നായി ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ.
വിശുദ്ധ ലൂക്കാറിയിച്ച നമ്മുടെ കർത്താവ് ശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. അധ്യായം 12 തിരുവചനങ്ങൾ 57 തുടങ്ങി. എന്തുകൊണ്ട് നിങ്ങൾ ശരിയായി വിധിക്കുന്നില്ല? നീ നിന്റെ ശത്രുവിനോടുകൂടെ അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ അവനുമായി രമ്യപ്പെട്ടുകൊള്ളുക. അല്ലെങ്കിൽ അവൻ നിന്നെ ന്യായാധിപൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയും ന്യായാധിപൻ നിന്നെ കാരാഗൃഹപാലകനെ ഏൽപ്പിക്കുകയും അവൻ നിന്നെ തടവിലാക്കുകയും ചെയ്യും. അവസാനത്തെ തൊട്ടുവരെ കൊടുക്കാതെ നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഗലീലിയക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തിയ വിവരം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചിലർ അവനെ അറിയിച്ചു. അവൻ ചോദിച്ചു, ഇവയെല്ലാം അനുഭവിച്ചതുകൊണ്ട് അവർ മറ്റെല്ലാ ഗലീലിയരെയുംക്കാൾ കൂടുതൽ പാപികളായിരുന്നുവെന്ന് നിങ്ങൾ കരുതുന്നുവോ? അല്ല എന്ന് ഞാൻ പറയുന്നു. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. അഥവാ സീലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട ആ 18 പേർ അന്ന് ജെറുസലേമിൽ വസിച്ചിരുന്ന എല്ലാവരെയുംക്കാൾ കുറ്റക്കാരായിരുന്നുവെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അല്ല എന്ന് ഞാൻ പറയുന്നു. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ഇന്ന് വിശ്വാസ പരിശീലനത്തിൻ്റെ ഔദ്യോഗികമായ നടപടിക്രമങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. നമുക്കറിയാം, പതിവിൽ നിന്ന് വ്യത്യസ്തമായ പഠന രീതികൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വർഷം മതബോധന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. മതബോധന കാര്യത്തിൽ മാത്രമല്ല, എല്ലാ മേഖലകളിലും കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് എന്ന് നമുക്കറിയാം. ഈ വിധത്തിൽ ഇന്ന് നിങ്ങൾ ഭവനങ്ങളിലായിരുന്നു കൊണ്ട് മാതാപിതാക്കളോടൊപ്പം വിശുദ്ധ ബലിയിൽ പങ്കുചേർന്നുകൊണ്ട് മതബോധന പ്രക്രിയയ്ക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. മതബോധന പ്രവർത്തനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷത്തിൽ കർത്താവ് ആധികാരികമായ ചില പഠനങ്ങൾ സമൂഹത്തിന് നൽകുന്നതാണ് നമ്മൾ കാണുക. വലിയ വാദപ്രതിവാദങ്ങൾ ഉണ്ടാകുന്ന തത്വസംഹിതകളെ കർത്താവ് അതിശക്തമായിട്ട് വിമർശിക്കുകയും അതിൻ്റെ മുനകളൊടിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ സുവിശേഷത്തിൽ പല സന്ദർഭങ്ങളിൽ കാണുന്നത്. അത്തരമൊരു സന്ദർഭമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. നമുക്കറിയാം, യേശു ഈ വിധത്തിൽ സമൂഹത്തിൽ വലിയ പരിവർത്തനങ്ങൾക്ക് വഴിതെളിക്കുവാനുള്ള കാരണമെന്താണ് എന്നും ഏത് വിധത്തിലാണ് കർത്താവ് അതിന് സജ്ജനായത് എന്നും തിരുവചനം പഠിക്കുമ്പോൾ ബോധ്യമാകും. മതാധ്യാപകരെ സംബന്ധിച്ചിടത്തോളവും വിദ്യാർത്ഥികളോട് യേശുവിനെ കുറിച്ച് പറയുമ്പോൾ, യേശു അനുഭവം പങ്കുവെക്കുമ്പോൾ യേശുവിനെ അനുഭവിച്ചറിയാൻ നിങ്ങൾക്ക് സാധ്യമാവണം. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ഒടുവിലത്തെ വാചകത്തിൽ 54-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്: അവൻ മാതാപിതാക്കളോടൊത്ത് സ്വഭവനത്തിലായിരുന്നു. മാതാപിതാക്കൾക്ക് വിധേയനായി അവൻ ജീവിക്കുകയും അവൻ പ്രായത്തിലും ജ്ഞാനത്തിലും
ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു എന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ 4 തരത്തിലുള്ള വളർച്ചകളെക്കുറിച്ചാണ് സുവിശേഷം ഓർമ്മപ്പെടുത്തുന്നത്. ഒന്നാമത്തേത് പ്രായത്തിലുള്ള വളർച്ച. അത് സ്വാഭാവികമായി നടപ്പിലാകുമെന്ന് നമുക്കറിയാം. പ്രായത്തിൽ വളരുന്നതോടൊപ്പം തന്നെ അവന് നല്ല ആരോഗ്യമുണ്ടാകണം, അതിന് നല്ല ഭക്ഷണം കഴിക്കണം, കായികമായിട്ടുള്ള ശേഷികൾ അവൻ വർദ്ധിപ്പിച്ചെടുക്കണം. ഇതെല്ലാം കുടുംബ സാഹചര്യങ്ങളിൽ നമ്മൾ വിദ്യാർത്ഥികൾക്കും നൽകാറുണ്ട്. രണ്ടാമത്തേത് അവർ ജ്ഞാനത്തിൽ വളർന്നുവെന്നുള്ളത്, ശരിയായ അറിവിലേക്കുള്ള വളർച്ച. ശരിയായ അറിവിലേക്ക് യേശുവിനെ വളർത്തുന്നത് അവൻ്റെ മാതാപിതാക്കളാണ് എന്ന സുവിശേഷം നമ്മെ പഠിപ്പിക്കുക. അപ്പോൾ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളവും മതബോധന പ്രവർത്തനത്തിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിക്കാനുണ്ട് എന്ന സത്യം വിസ്മരിക്കരുത്. മതബോധനം എന്ന് പറയുന്നത് മതാധ്യാപകരുടെയോ വൈദികരുടെയോ സന്യസ്തരുടെയോ ഒക്കെ പണിയായി മാറ്റി വയ്ക്കരുത്. മതബോധനം പ്രഥമവും പ്രധാനവുമായി മാതാപിതാക്കളുടെ ധർമ്മമാണ്. കുടുംബത്തിലായിരിക്കുന്ന കുഞ്ഞിന് ശരിയായ വിശ്വാസ വളർച്ച നൽകേണ്ടത് മാതാപിതാക്കളാണ്. അപ്പോൾ ഈശോ തൻ്റെ ഭവനത്തിൽ മാതാപിതാക്കളോടൊത്ത് ആയിരുന്നു കൊണ്ടാണ് ജ്ഞാനത്തിൽ വളരുന്നത്, ശരിയായ അറിവ് നേടുന്നത്. ആ ശരിയായ അറിവ് നേടുന്നത് കൊണ്ടാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷത്തിൽ ഉൾപ്പെടെ വലിയ വിഷയങ്ങളിൽ അവിടുന്ന് ഇടപെടുന്നതും സമൂഹത്തിലെ വലിയ പാണ്ഡിത്യമുള്ളവരോട് വലിയ അവഗാഹത്തോടെ അവിടുന്ന് സംവദിക്കുന്നതും. നമുക്കറിയാം, പരസ്യ ജീവിത കാലഘട്ടത്തിൽ ഈശോ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ളവരോട് അവരവരുടേതായ തലങ്ങളിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നത് നമ്മൾ കാണാം. അപ്പോൾ ആധികാരികമായി പഠിപ്പിക്കാനുള്ള അറിവ് അത് ശരിയായ അർത്ഥത്തിൽ ദൈവിക ജ്ഞാനമാണ്. ആ ജ്ഞാനം സമ്പാദിക്കുന്നത് മാതാപിതാക്കളൊത്ത് പ്രാർത്ഥനാപൂർവം കുടുംബത്തിലായിരിക്കുമ്പോഴാണ് എന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മൂന്നാമത്തെ വളർച്ച അവൻ ദൈവത്തിൻ്റെ പ്രീതിയിൽ വളർന്നുവെന്നുള്ളതാണ്. ദൈവത്തിൻ്റെ പ്രീതിയിൽ വളരണമെങ്കിൽ നമുക്കറിയാം, സ്വാഭാവികമായി ആത്മീയമായ വളർച്ചയെ നമ്മൾ നിർവചിക്കാറുള്ളത് അവൻ സമൂഹത്തിലേക്ക് വളരുമ്പോഴാണ് ദൈവത്തിലേക്ക് വളരുന്നത് എന്ന്. മനുഷ്യൻ സമൂഹജീവി ആയിരിക്കുന്നത് കൊണ്ട് തന്നെ സമൂഹത്തിൽ അവൻ എപ്രകാരം ഇടപഴകുന്നുവോ, സമൂഹത്തിൽ എങ്ങനെ അവൻ വ്യാപരിക്കുന്നുവോ അതിന് ആനുപാതികമായ വളർച്ചയാണ് അവന് ദൈവത്തിലേക്കുള്ളത്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രീതിയിൽ വളരണമെങ്കിൽ മനുഷ്യന്റെ പ്രീതിയിൽ അവന് വളരാൻ കഴിയണം. അപ്പോൾ നാലാമത്തെ വളർച്ച വളരെ പ്രധാനപ്പെട്ടത്. ആത്മീയതയുടെ തലത്തിലേക്ക് ദൈവോന്മുഖനായി ഒരുവൻ വളരണമെങ്കിൽ അവൻ ശരിയായ മനുഷ്യനായി ജീവിക്കേണ്ടതുണ്ട്. ശരിയായ മനുഷ്യനായി അവന് വളർത്തേണ്ടത് അവൻ്റെ മാതാപിതാക്കളാണ്. ശരിയായ മനുഷ്യനാകുമ്പോൾ മാത്രമാണ് മനുഷ്യന്റെ ജീവിതത്തിൻ്റെ വിവിധ സാഹചര്യങ്ങളിൽ, സന്ദർഭങ്ങളിൽ അവസരോചിതമായി ഇടപഴകുവാനും സമൂഹത്തിൽ പെരുകി വരുന്ന വലിയ തിന്മകളെ അതിജീവിക്കുവാനും അതിനോട് എതിരിടുവാനുമുള്ള കരുത്ത് ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൻ്റെ ശക്തി എത്രമാത്രമുണ്ട് എന്ന് നമ്മൾ അളക്കുന്നത് ഞാൻ പഠിച്ച മതബോധനങ്ങൾ എന്തുമാത്രം ഞാൻ പ്രാവർത്തികമാക്കുന്നുവെന്ന് എൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളിലെ എൻ്റെ ഓരോ സാഹചര്യങ്ങളിലെയും ഇടപെടലുകൾ നോക്കിയിട്ട്. അതുകൊണ്ട് ഞാൻ ആയിരിക്കുന്ന സമൂഹത്തിൽ എനിക്ക് ഞാൻ വിശ്വസിക്കുന്ന സത്യങ്ങൾ ജീവിക്കാൻ കഴിയണം. ഞാൻ വിശ്വസിക്കുന്ന സത്യങ്ങൾ ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഞാൻ വിശ്വസിക്കുന്ന സത്യങ്ങൾ എനിക്ക് സമൂഹത്തിന് നൽകാൻ കഴിയുന്നില്ലെങ്കിൽ എൻ്റെ വിശ്വാസ വളർച്ചയ്ക്ക് യാതൊരു പ്രസക്തിയുമില്ല എന്ന് ഞാൻ തിരിച്ചറിയണം. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം ഒന്നുകൂടി വർദ്ധിക്കുകയും സാധാരണഗതിയിൽ
വിദ്യാർത്ഥികൾ ദേവാലയത്തിൽ വന്ന് വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് മതബോധന ക്ലാസ്സുകളിൽ അവരുടെ ഗുരുഭൂതന്മാരോടൊത്ത് അവർ ജ്ഞാനം സമ്പാദിക്കുവാൻ ശ്രമിക്കാറുണ്ട്. ഈ വർഷത്തിൻ്റെ പ്രത്യേകമായ പരിതോവസ്ഥയിൽ അവർ നിങ്ങളോടൊപ്പം ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് അവരിന്ന് ഒരു പക്ഷേ ഈ സന്ദർഭത്തിലും വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്നുണ്ട്. വിശുദ്ധ ബലിയിൽ പങ്കുചേരുമ്പോൾ നിങ്ങളുടെ മനോഭാവങ്ങളാണ് ആ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ പോകുന്നത്. ഇതേ തുടർന്ന് ഉടൻ തന്നെ അവർക്ക് മതബോധന ക്ലാസുകൾ അഭിമന്യ പിതാവ് അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നൽകിക്കൊണ്ട് നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. അതാത് ക്ലാസ്സുകളിലേക്കുള്ള മതബോധനം ഈ കുർബാനയ്ക്ക് ശേഷം ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഭവനങ്ങളിലായിരുന്നു കൊണ്ട് മാതാപിതാക്കൾ ഉറപ്പുവരുത്തണം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ മാധ്യമങ്ങളിലൂടെ ശരിയായ ജ്ഞാനം സമ്പാദിക്കാനായിട്ട് അവർക്ക് ലഭിക്കുന്ന അവസരം വിനിയോഗിക്കുന്നുണ്ട് എന്ന്. അതുകൊണ്ട് യേശുവിനെ വളർത്തിയ അവൻ്റെ മാതാപിതാക്കൾ, ആ മാതാപിതാക്കളുടെ പ്രത്യേകത കൂടി ഇത് സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് വചനം പറയുന്നത് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26-ാം വാക്യത്തിൽ നമ്മൾ വായിക്കും, അവൾ ദൈവത്തിൻ്റെ അഭിഷേകം ലഭിച്ചവളായിരുന്നു, കൃപ നിറഞ്ഞവളായിരുന്നു, അഥവാ നന്മ നിറഞ്ഞവളായിരുന്നു. യേശുവിന്റെ വളർത്തുപിതാവിനെ കുറിച്ച് സുവിശേഷം പറയും 1-ാം അധ്യായം 19-ാം വാക്യത്തിൽ ലൂക്കായുടെ സുവിശേഷത്തിൽ, അവൻ നീതിമാനായിരുന്നുവെന്ന്. ഈ രണ്ട് പ്രത്യേകതകളാണ് യേശുവിന്റെ മാതാപിതാക്കൾക്കുണ്ടായിരുന്നത്. അവന്റെ വളർത്തുപിതാവായ ജോസഫ് നീതിമാനാവുകയും, നീതി എന്ന വാക്കിനെ നമുക്കൊന്ന് പിരിച്ചു പറഞ്ഞാൽ നീ അധികം തീ എന്നാവാം. തീ അഥവാ അഗ്നി സുവിശേഷ വ്യാഖ്യാനത്തിൽ അത് ദൈവാത്മാവിന്റെ അടയാളമാണ്, പ്രതീകമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയായി നീ മാറേണ്ടതുണ്ട്. ഓരോ പിതാക്കന്മാരും കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സിദ്ധിച്ചവരാകുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ നിറവുള്ളവരായി കഴിയുമ്പോൾ, ആത്മാവിന്റെ ശോഭ ഉള്ള വ്യക്തികളായി തീർന്നാൽ കുഞ്ഞുങ്ങൾക്ക് ശരിയായ വിശ്വാസ പരിശീലനം കൊടുക്കുന്നതിൽ പിതാക്കന്മാർക്ക് മുഖ്യ പങ്ക് വഹിക്കാൻ കഴിയും. നീതിമാന്മാരാകുന്ന പിതാക്കന്മാർക്ക് മാത്രമാണ് ശരിയായ അർത്ഥത്തിൽ തങ്ങളുടെ ദൗത്യം നിർവഹിക്കാൻ കഴിയുക. അമ്മ കൃപ നിറഞ്ഞവളാവണം, ദൈവഹിതത്തോട് വിധേയത്വം പുലർത്തുന്നവളാവണം. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ തിരുവിഷ്ടവനിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ പരിശുദ്ധ അമ്മയെ പോലെ നന്മ നിറഞ്ഞ ഏതൊരമ്മയ്ക്കും ദൈവഹിതത്തിന്റെ മുമ്പിൽ ഇരുമുട്ടുകളും മടക്കി 100% വിധേയത്വം പുലർത്താൻ കഴിയും. അങ്ങനെയുള്ള ഭവനങ്ങൾ ദൈവിക ഭവനങ്ങളായി മാറും. അങ്ങനെയുള്ള ഭവനങ്ങളിൽ ശരിയായ ബലിയർപ്പണം ഓരോ പിതാവും മാതാവും നടത്തും. കുടുംബജീവിതം ബലിജീവിതമാണെന്ന് നമ്മൾ തന്നെ പറയാറുണ്ട്. അതുകൊണ്ട് പ്രായോഗിക ജീവിതത്തിൽ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളവും ഈ വിധത്തിൽ സത്യസന്ധരും നീതിനിഷ്ഠരുമായിരുന്ന സ്നാപകന്റെ മാതാപിതാക്കളെ പോലെ, ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപ സിദ്ധിച്ച പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ, നീതിപൂർവം വർത്തിച്ച ദൈവഹിതത്തോട് പ്രതികരിച്ച യോസേഫ് പിതാവിനെ പോലെ നമുക്കും ജീവിക്കാനായിട്ട് സാധിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ ശരിയായ വിശ്വാസം പരിശീലിപ്പിച്ചുകൊണ്ട് ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ സമൂഹത്തിൽ ആഴമുള്ള വിശ്വാസത്തിന്റെ ഉടമകളായി നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് വളർത്താൻ ശ്രമിക്കാം. ഈ പ്രതികൂല സാഹചര്യത്തിലെ വിശ്വാസ പരിശീലനം ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളുള്ളതാണ് എന്നറിയാം. എങ്കിൽ കൂടിയും സഭ വളരെ ആലോചനയോടെ കൂടിയാണ് സാധ്യമാകുന്ന എല്ലാ മാധ്യമങ്ങളും വിനിയോഗിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ വിശ്വാസം പരിശീലിപ്പിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക. തീർച്ചയായും മതാധ്യാപകരെല്ലാവരും അതിനോട് അങ്ങേയറ്റം ആത്മാർത്ഥത പുലർത്തുന്നുണ്ട്. മതാധ്യാപകർ ആത്മാർത്ഥത പുലർത്തി അതാത് ഞായറാഴ്ചകളിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ അയച്ചു തന്നാലും മാതാപിതാക്കളെ നിങ്ങളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അത് കൃത്യമായി പരിശീലിക്കുന്നുണ്ടോ, ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് വിലയിരുത്തേണ്ടത്. അതുകൊണ്ട് ഞായറാഴ്ചകളിൽ 10:30 തുടങ്ങിയുള്ള സമയം, ആ 1 മണിക്കൂർ സമയം 11:30 വരെയുള്ള സമയം, ഒന്നുകിൽ പിതാക്കന്മാർ അല്ലെങ്കിൽ മാതാക്കള് അമ്മമാരാരെങ്കിലും കുഞ്ഞുങ്ങളോടൊപ്പമായിരുന്ന് അവർ മതബോധന പ്രക്രിയയിൽ പങ്കുചേരുന്നുവെന്ന് ഉറപ്പുവരുത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായെ തൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു വലിയ പരാമർശം നടത്തുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ട്.
ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തൻ്റെ പിതാവിനെ കുറിച്ച് വളരെ വ്യക്തമായ സൂചനകൾ സമൂഹത്തിന് നൽകുന്നത്. അദ്ദേഹം എഴുതി വയ്ക്കുന്നുണ്ട്, രാത്രിയിൽ ഞാൻ ഉണർന്നെഴുന്നേറ്റാൽ എൻ്റെ പിതാവ് ഇരുമുട്ടുകളും കുത്തി കരങ്ങൾ വിരിച്ചു പിടിച്ച് നിറകണ്ണുകളോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. രാത്രിയിലെങ്ങാനും ഞാൻ ഉണർന്നെഴുന്നേറ്റാൽ എൻ്റെ പിതാവ് ഇരുമുട്ടുകളും കുത്തി വിരിച്ച കരങ്ങളുമായി നിറകണ്ണുകളോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിരുന്നുവെന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ പിതാക്കന്മാർക്കുമുള്ള വെല്ലുവിളി തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണ് പരിശീലനം നൽകേണ്ടത് എന്നാണ് ജോൺ പോൾ മാർപ്പാപ്പ ഇതിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് പ്രാർത്ഥനയിലൂടെ മാതൃക നൽകണം. ഇന്ന് മക്കൾക്കാർക്കും ഉപദേശം ഇഷ്ടമില്ലെന്ന് നമുക്കറിയാം. ഉപദേശങ്ങൾക്ക് വലിയ പ്രസക്തിയുമില്ല, മറിച്ച് ജീവിത മാതൃകയാണ് പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് വിശ്വാസം ജീവിച്ച് കാണിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ ശ്രമിക്കാം. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ചരിത്രത്തിലെ ഏറ്റവും ശക്തനായ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയായിരുന്നുവെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കും. ലോകമേറെ ആദരവോടെ നോക്കിക്കാണുന്ന ഒരു വ്യക്തിത്വമാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്നൊക്കെ കിട്ടിയ ആ വലിയ മാതൃക അത് സ്വന്തമാക്കാൻ അദ്ദേഹത്തിനും കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈ പ്രതികൂല സാഹചര്യത്തിലും ശരിയായ വിശ്വാസം പരിശീലിപ്പിച്ചുകൊണ്ട്, മാതൃക നൽകിക്കൊണ്ട്, വിശ്വാസം ജീവിച്ചുകൊണ്ട് അവരെ വളർത്താനായിട്ട് ശ്രമിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. പന്തക്കുസ്താ തിരുനാളിൽ സ്ലീഹന്മാരുടെ മേൽ തീനാവുകളുടെ രൂപത്തിൽ ഇറങ്ങിവന്ന് സുവിശേഷം അറിയിക്കുവാൻ അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ലോകമെങ്ങും വചനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. വരദാനങ്ങളാൽ സ്ലീഹന്മാരെ സമ്പന്നരാക്കിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളെയും കൃപാവരങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാനായി ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവും മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ എമേജിയൂസ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും പ്രേക്ഷിത രംഗങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ആത്മാവിന്റെ ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. വിശുദ്ധ കൂദാശകളിലൂടെ ദൈവിക ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവേ, കൗദാശിക ജീവിതത്തിലൂടെ ഞങ്ങൾ വിശുദ്ധിയിൽ വളരുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. പീഡനങ്ങളിലും ക്ലേശങ്ങളിലും സ്ലിഹന്മാർക്ക് പ്രത്യാശയും ധൈര്യവും പ്രദാനം ചെയ്ത പരിശുദ്ധാത്മാവേ, ജീവിത ക്ലേശങ്ങളുടെ മധ്യേ വസിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യാശയും ധൈര്യവും നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. ജീവിതത്തിന്റെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രേക്ഷിതരായി പ്രശോഭിക്കുവാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ദാനങ്ങൾ സമൃദ്ധമായി നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന് നൽകി സുവിശേഷ ചൈതന്യം കൊണ്ട് സ്നേഹന്മാരെ നിറച്ച കർത്താവേ, ഈ ദിവ്യാത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിലും വർഷിക്കണമേ. അങ്ങനെ ഞങ്ങളെല്ലാവരും മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന പ്രേക്ഷിതരാകട്ടെ. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ഞങ്ങൾ വളരുകയും അവിടുത്തെ അനുയായികൾക്ക് യോഗ്യമായ വിധം വ്യാപരിക്കുകയും ചെയ്യട്ടെ. ആമേൻ. എന്റെ രാജാവായ കർത്താവേ, ഞാനങ്ങേ പാടിപ്പുകഴ്ത്തും. മിശിഹാ കർത്താവേ, പാവന സഭയെ നീ കൃപയാൽ രക്ഷിച്ചു.
രക്തം ചിന്തിയും അതുപോലെ ഗാത്രം ബലിയായി അർപ്പിച്ചും ഞങ്ങളെ തിരുസന്നിധിയിൽ മാനവരോടൊപ്പം എന്നെന്നും നാഥാ തിരുനാമം. താതനും അതുഭൂതാത്മജനും ദിവ്യറുകായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മറിയൗസേപ്പിനെയും സാദരമൂർത്തിയിടാം. പാവനമീ ബലിയിൽ ആദിയിലെ പോലെ എന്നേക്കും ആമേനാമേൻ. സുതരോട് പ്രേക്ഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേൻ. മർത്തുമായെയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാം. നമ്മുടെ കൂടെ ബലവാന കർത്താവെന്ന് നീക്കും. രാജാവാം ദൈവം നമ്മോടൊത്തെന്നും. യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോദ്ധാരത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദാൻ നിത്യം വാഴ്ത്തിടാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സർവ്വത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള അതിരാധനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശ്ലീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹികവും സാർവത്രികവുമായ സഭയും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലേക്ക് ശരീരത്തിന്റെ ഉയർപ്പും
നിത്യായുസ്സ് ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആരംഭിക്കുവാൻ നിന്നെ ശക്തയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയർക്കീസുമാരും മെത്രാന്മാരുമായി നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരീ സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, കൃതാനിന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭിഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ട് ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോട് ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. പിതാവായ
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസിയുടെ ആയിരങ്ങളും മലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ നീ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വകീയ ഗണങ്ങളോട് ചേർന്ന് നാഥനായ നീക്ക് ഞങ്ങളും ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാൽ. ഉന്നത വീതിയിലോശാന, ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവരും യുഗരാജാവായി വീണ്ടും വരുവോരും ധന്യൻ. ഉന്നത വീതിയിലോശാന, ഓശാന. കർത്താവായ ദൈവമേ, സ്വകീയ ഗണങ്ങളോട് കൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദർശനം, അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും അമർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിനെതിരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. പിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്കു നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്കു നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ആമേൻ.
നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഇവരും ബലഹീനരുമാകുലരുമായി ദാസർ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങളുടെ ഇടവക സമൂഹത്തിനും നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവീക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതി നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ തലവനായ ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് വേണ്ടി, ഞങ്ങളുടെ സഭാധ്യക്ഷനായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി, രൂപതാധ്യക്ഷന്മാർ മീജിയൂസ് മെത്രാന് വേണ്ടി, വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, സന്യാസിനി സന്യാസികൾ, അൽമായ പ്രേക്ഷിതർ, വൈദികർ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്രീകന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിന് വേണ്ടി അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളുമാകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയില്ല മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തു നിൽക്കുന്ന ഈ സഹോദരങ്ങൾക്ക് വേണ്ടി അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായി ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തി നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവനസ്മരണ അങ്ങയുടെ അവർണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ശംസിഹായ അയച്ചുവെന്നും ഉപവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സവിശേഷം വഴി പ്രവാചകന്മാർ, ശ്രീകന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരകന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചു എന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ശംസിഹായുടെ പിടാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ധാനത്തിന്റെയും മഹനീയവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവാൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന്
നിന്റെ ദാസരുടെ കുർബാനയിൽ ആവസിച്ച് ഇതിനെ ആസ്വദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ മേലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ മൂലരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവിശ്വാസിയായി എന്നിട്ട് തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുതാപാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. നമ്മുടെ വിശ്വാസികളുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തി ആദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ.
കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും അങ്ങ് കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ സ്വർഗ്ഗരാജ്യത്തിൽ സകല വിശുദ്ധരോട് വന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടി അങ്ങയുടെ തിരുസന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഏകസ്വരത്തിൽ അങ്ങേ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേളപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജലത്തിലുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാവുന്നു, ഏകപുത്രൻ പരിശുദ്ധനാവുന്നു, ഏകരൂഹ പരിശുദ്ധനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവിശ്വമിശിഹായുടെ പ്രസാദപരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാവട്ടെ, ഇപ്പോഴും എന്നേക്കും. ആമേൻ. സഹോദരരെ, വരുവിൻ, മിശിഹായുടെ ശരീരരക്തങ്ങൾ സ്വീകരിക്കുകയും ഹല്ലേലൂയ പാടി അവിടുത്തെ സ്തുതിക്കുകയും ചെയ്യുവേൻ. എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയെ ഉൾക്കൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. അങ്ങ് ഇപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വസിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഒരു നാളും അങ്ങേ എന്നിൽ നിന്നും പിരിയരുതേ. ഹായ് എൻ്റെ സ്നേഹനാഥ, എന്നും എന്നോടൊത്ത് വസിക്കണമേ. ആമേൻ. സ്നേഹം, സ്നേഹത്താൽ തുടിക്കുന്ന ദിവ്യകാരുണ്യം, എനിക്കായി കരുതുന്ന സ്നേഹം, സ്നേഹത്താൽ തുടിക്കുന്ന ദിവ്യകാരുണ്യം, കരുതലാ എൻ്റെ അരികിലെത്തും ദിവ്യകാരുണ്യമാ ജീവമന്ന, കരുതലാ എൻ്റെ അരികിലെത്തും ദിവ്യകാരുണ്യമാ ജീവമന്ന, എനിക്കായി കരുതുന്ന സ്നേഹം, സ്നേഹത്താൽ തുടിക്കുന്ന ദിവ്യകാരുണ്യം, നിത്യജീവൻ നൽകും പരമസ്നേഹകാരുണ്യമേ, എന്നുള്ളിൽ വാഴണമേ. നിത്യ
നിത്യജീവൻ നൽകും പരമസ്നേഹകാരുണ്യമേ നിന്നുള്ളിൽ താഴേണമേ. നിൻ ജീവൻ പകരേണമേ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായക ദൈവികമായ ഈ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായ അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ തൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ ആസ്വദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ കൃപാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും ആമേൻ. ദൈവപിതാവു തൻ സൂനുവാൻ പാവനാത്മാവിന്റെ ദാനങ്ങൾ കാരുണ്യമാർന്നേകി മാനവർ കൈവരിക്കാൻ സ്വർഗജീവിതം. അക്ഷയ ഭാഗ്യത്തിൽ ചേരുവാൻ ആത്മാവിൽ ശാന്തി തളിക്കുവാൻ നിത്യമനോഹരനാഗത്തിൻ നിസ്തുല സൗഭാഗ്യം തന്നിതാ. നവ്യമാം ജീവൻ പകർന്നിടും സന്ദേശമെന്നു മൂർത്തിടാം. ദിവ്യ ശരീരവും രക്തവും സ്വീകരിക്കുന്നവർ ജീവിക്കും. അന്ത്യദിനത്തിൻ്റെ ശാന്തി ശിക്ഷാവിധി കാണാതാദിനം ഉത്ഥാനമേകും ജ്ഞാനാമർത്യ നിത്യത പോകുവാനെന്നുമേ. ദിവ്യമാമീ ബലി നൽകിടും നിത്യമഹത്വത്തിൽ മുങ്ങുവാൻ ദൈവിക ദാനങ്ങൾ നിങ്ങളും പൂർണ്ണത്തെ ഭാരസ്മിതോകട്ടെ. കുരിശാലെ മുദ്രിതരായി നിങ്ങൾ സർവവിപത്തുമകന്നിനി സംരക്ഷ പുൽകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. നിന്നെ ഞങ്ങൾ സേവിച്ചു കുർബാന
കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമായിട്ട് ഇനിയൊരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. നിത്യപുരോഹിതനായ യേശോ, അങ്ങേ ദാസരായ വൈദ്യർക്ക് യാതൊരാപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ അഭിഷിക്ത കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മഹിനീയ മുദ്ര പതിപ്പിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നിന്നെയും വിശിഷ്ടമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യസ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധമായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യസൗഭാഗ്യത്തിന്റെ മകുടവുമായി തീരട്ടെ. ആമേൻ. ലോകരക്ഷകനായ യേശോ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും വിശദീകരിക്കണമേ. വൈദിക രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.